കേറി വാ മക്കളെ. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ വീട്ടിലോട്ട് കയറുന്നത്. അപ്പൊ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ അച്ഛാ? ആ, ഓ ശരിയാണല്ലോ, നിലവിളക്ക്. സന്തോഷത്തിനിടയ്ക്ക് ഞാനതങ്ങ് മറന്നു. ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? നീ പോയി നിലവിളക്ക് എടുത്തുകൊണ്ട് വാ. ഏയ്, ചാച്ചു എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ആളല്ലേ. ഈ വീട്ടിലൊരു അംഗം തന്നെ വേണം നിലവിളക്ക് കൊടുക്കാൻ. ശരിയാ ശാലിനി, വിളക്കെടുത്ത് കൊടുക്ക. കൊടുക്ക്. രണ്ടാളും ഇരിക്കും. നീ അതിങ്ങെടുത്തേ, എടുക്ക്. എന്താ ഡാഡി? സ്വപ്നയ്ക്ക് എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ അച്ഛാ ഇത്? ഇവന്റെ അമ്മയുടെ ആഭരണങ്ങളാ. ഇത് സഞ്ജുവിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അവക്കത് നേരിട്ട് തരാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. നന്നായി വരും. മക്കളെ, ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പലതവണ നിങ്ങളെ പിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരമുള്ളത് ആത്മാർത്ഥ സ്നേഹമല്ല എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇവനൊരിക്കലും ഒരു പെൺകുട്ടിയോട് ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ മോൾ ഇവനെ മാറ്റിയെടുത്തു. വീട്ടിൽ നിന്ന് പുറത്തായ ശേഷം ഇവനിൽ വന്ന മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ തുടങ്ങി. കാശിന്റെ വില എന്താന്ന് ഇവ മനസ്സിലാക്കി. ഇതിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് മോളോടാ. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരേണ്ട നിങ്ങളെ ഞാൻ ഇവിടുന്ന് അപമാനിച്ചു വിട്ടു. എന്നോട് മക്കൾ ക്ഷമിക്കണം. ഏയ്, ഡാഡി ഒരിക്കലും ആരോടും മാപ്പ് ചോദിക്കരുത്. ഡാഡിക്ക് ഒരു തെറ്റും പറ്റില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാ ഞാനൊരു പുതിയ മനുഷ്യനായത്. അല്ലെങ്കിൽ ഞാൻ പണ്ടത്തെ പോലെ ഒരു വഷളനായിട്ട് തുടങ്ങുന്നേനെ. ഞങ്ങൾക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഇവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് കഴിയാൻ സാധിച്ചാൽ മാത്രം മതി. സഞ്ജു, നിന്റെ മുറി ഞാൻ വൃത്തിയാക്കി ഇടിയിച്ചിട്ടുണ്ട്. നിങ്ങൾ മുകളിലോട്ട് ചെല്ലേ. ശരി ഡാഡി. അമ്മയുടെ സ്വർണ്ണം എന്തിനാ അവക്ക് കൊടുത്തത്? അത് എനിക്കല്ലേ അവകാശപ്പെട്ടത്? നിന്റെ അമ്മയുടെ ആഗ്രഹം അത് സഞ്ജുവിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായിരുന്നു. മാത്രമല്ല, നീ ആഭരണമൊന്നും ഇടാറില്ലല്ലോ. ഞാൻ ഇടുവോ ഇടത്തില്ലയോ എന്നുള്ളതല്ല ചോദ്യം. എനിക്ക് അർഹതപ്പെട്ടത് അച്ഛൻ സ്വപ്നയ്ക്ക് കൊടുത്തു. അതെനിക്ക് എത്ര വലിയ അപമാനാണെന്ന് അറിയാവോ? മരുമോള് വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങി പോര്. മോളെ,
നിങ്ങൾ തമ്മിൽ പണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് ഇനി ചിന്തിക്കാൻ നിൽക്കണ്ട. ഇനി അങ്ങോട്ട് നമുക്കൊരു കുടുംബമായി ഒരുമിച്ച് നിന്നേ പറ്റൂ. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നീ സ്വപ്നമായിട്ട് കൂട്ടുകൂടാൻ നോക്ക്. ഭയങ്കര തയ്യാറെടുപ്പാണല്ലോ. അത് പിന്നെ സ്വന്തം കൂട്ടുകാരന്റെ കേസാകുമ്പോ വാശി കൂടും അല്ലേടാ? എന്തുപറ്റി? തനിക്ക് ഞാൻ ഗിരിയുടെ കേസെടുക്കുന്ന ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വക്കീല് കേസ് വിട്ടുകളയോ? അത് വേണ്ട. വക്കീല് ഗിരിയേട്ടന്റെ കേസ് എന്തായാലും എടുക്കുമെന്ന് എനിക്കറിയാം. എടോ, താൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കോടതിയിലേക്ക് വരുമോ? തനിക്ക് മഞ്ജുവിനെയും ഗിരിയെയും കാണുന്ന ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. എന്റെ ഭർത്താവ് ഞാൻ കോടതിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ദേ മഞ്ജു വന്നല്ലോ. മഹിമേ, നീ പോണ്ട. ഞാൻ നിന്നോട് സംസാരിക്കാനാ വന്നത്. എന്താ കാര്യം? നിനക്ക് ഗിരിയേട്ടനോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നിനക്ക് തക്കതായ കാരണമുണ്ട്. പക്ഷെ ഇന്ന് നീ കോളേജിൽ വെച്ച് കാണിച്ചത് വെറും വൃത്തികേടായിപ്പോയി. ഇവളെന്താ മോളെ ചെയ്ത്? ഗിരിയേട്ടന്റെ കേസ് എന്നെ കൊണ്ട് അന്വേഷിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കൂട്ടുകാരുടെ കൂടെ പ്രതിഷേധം നടത്തുമായിരുന്നു. അതൊരു ന്യായമായ കാര്യമല്ലേ? ഭർത്താവിനെതിരെയുള്ള കേസ് ഭാര്യ അന്വേഷിച്ചാൽ എങ്ങനെ ശരിയാവും? നീ അതുകൊണ്ടാണോ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്? നീ എന്റെ ഒരേ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയാൽ മതി. ഗിരിയേട്ടൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്കത്രേ പറയാൻ പറ്റൂ. ഇത്രയും കാലം നീ സ്വന്തം ചേട്ടന്റെ സ്ഥാനത്ത് കണ്ട ആ മനുഷ്യൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ മനുഷ്യൻ എന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അത് സംഭവിച്ചില്ലേ? ഗിരിയേട്ടന്റെ മീതെ ഞാൻ ഒരുപാട് വിശ്വാസം വെച്ചിരുന്നു. ആ വിശ്വാസം അദ്ദേഹം തകർത്തത്. എനിക്കിപ്പോ ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ല. പിന്നെ ഗിരിയേട്ടനൊരു കേസിൽ പെട്ടപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചു. എന്റെ അച്ഛനെ കൊന്ന കേസിൽ അയാളെ ഒന്നും ചെയ്യാൻ നിയമത്തിനോ കോടതിക്കോ കഴിയില്ല. ഈ കേസിലെങ്കിലും ശിക്ഷ കിട്ടിയാൽ ആയിക്കോട്ടെ എന്ന് എനിക്ക് തോന്നി. മോളെ, ഇത് അതുപോലൊരു കേസാണോ? ഗിരിയുടെ ഭാവി തന്നെ ഇല്ലാണ്ടാവും. മഞ്ജുവിന്റെ കുഞ്ഞിനെ വരെ അത് ബാധിക്കില്ലേ? താൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അവൾക്ക് പക തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായിരിക്കുക. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തത് ചേച്ചിക്ക് തന്നെയാ. ആണോ? എന്നിട്ടാണോ നിന്നെ ഇത്രയധികം ടോർച്ചർ ചെയ്ത അബിയുടെ കൂടെ കൂടി നിന്ന് ഗിരിയേട്ടനെതിരെ പ്രതിഷേധം നടത്തിയത്?